നല്ല കിടുക്കാച്ച് ടേസ്റ്റി ആയിട്ടൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഷോർട്ട് വ്ളോഗ്സ്. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുകിടുക. അപ്പോൾ നമ്മുടെ കടുക് നല്ല കടുക് വറ എന്നും പറഞ്ഞ് പിടിപിടാന്നും പറഞ്ഞ് പൊട്ടാൻ തുടങ്ങും. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പൊട്ടലുണ്ട്. ആ ഒരു പൊട്ടൽ മാറിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും സവോളേനേക്കാളും ബെസ്റ്റ് ഈ റോസ്റ്റിനൊക്കെ ചെറിയ ഉള്ളിയാണ്, നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇടുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി എണ്ണയിലേക്കിട്ട് മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചാണ് നമ്മൾ ഇടുന്നത്. നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവരാണോ കുറവ് വേണ്ടവരാണോ എന്നനുസരിച്ച് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ വേണ്ടത് കറി ലീവ്സാണ്. നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കുക. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ താരം വരുന്നത്, നമ്മുടെ പ്രോൺസ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ പ്രോൺസിലേക്ക് നമ്മൾ ഇതിലിട്ടേക്കണ ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിച്ച് പ്രോൺസ് കുറച്ച് ടേസ്റ്റി ആയിട്ട് വരണ്ട. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോൺസ് ഒന്ന് മൂടി വയ്ക്കാം. ഈ മൂടി വെച്ചിട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വയ്ക്കുന്നത്. പ്രോൺസ് മൂടി വെച്ചാലും നമ്മൾ ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെയും മൂടി വെച്ച് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും. പ്രോൺസ് ഒന്ന് വേവുന്നത് വരെ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ നല്ല കിടുക്കാച്ചി വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഷോർട്ട് വ്ളോഗ്സ്.